ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അവർ തിരിച്ചറിയുന്നതുമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനെ പറ്റിയാണ്. അതായത് കൂടുതൽ പേരും ഇതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ലൈഫിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു സാന്നിധ്യമില്ലാതെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ ഒരു കൗണ്ടർ പാർട്ടാണ് നിങ്ങൾ. അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ ആണ് നിങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു നിമിഷം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. ആൻഡ് യെസ്, യെസ്. ഡെഫിനറ്റ്ലി അവര് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലുള്ള വ്യക്തികളാണ് ഒത്തിരി പേരും എന്ന് വീണ്ടും വീണ്ടും നമുക്കിവിടെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് ഈ ഏകാന്തതയിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ആബ്സെൻസിൽ നിങ്ങൾക്ക് തികച്ചും നിങ്ങളുടെ ലൈഫിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതുള്ളൊരു ഫീൽ ഉണ്ട്. ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. ഒരുപാട് സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെല്ലാം ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ കരയുന്നുണ്ട്. ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ സെയിം സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട ജീവിതം ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ അവര് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. യെസ്, ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ്. ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നൽകിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വയം ഹീൽ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് ആ വ്യക്തിയെ എത്രത്തോളം മാറ്റങ്ങളാണ് ആ വ്യക്തിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് യെസ്, എക്സ്പെക്ട് മിറാക്കിൾ. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ സംഭവിക്കും. മേ ബി ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യെസ്, ട്വിൻ ഫ്ലെയിം ഈസ് നിയർ. ഇത് ഒരു മിറാക്കുലസ് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അബ്സല്യൂട്ട്ലി ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ള വ്യക്തികളാണ് നിങ്ങളിൽ കൂടുതൽ പേരും. അതായത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മിറാക്കിൾ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ. എല്ലാം ട്വിൻ ഫ്ലെയിമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. മേ ബി ഈ ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ പ്രണയം സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹബന്ധം നിലനിൽക്കും. ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇപ്പോ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെന്റിൽ പോലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അത്രയധികം ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇനിയും ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രയധികം ഈ വ്യക്തി അത്രയും ലൈഫ് ലെസൺസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത്രയും ഈ വ്യക്തിക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ആ ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു മിറാക്കിൾ പോലെ ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായ എന്ത് ഇഷ്യൂസ് ആയിരുന്നാലും സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക. അവരോട് നിങ്ങൾ ക്ഷമിക്കുക. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനല്ല എന്ന് അവർ നിങ്ങളോട് പറയാണ്. ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, നിങ്ങൾക്ക് പലതവണയും ഈ വ്യക്തി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആണ് അല്ലെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും, എന്തൊക്കെ ടോക്സിസിറ്റി ഉണ്ടായിരുന്നാലും അതെല്ലാം മറികടന്ന് നിങ്ങളെ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികളാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായ നിമിഷങ്ങളിൽ ഒത്തിരി തവണയും ഈ വ്യക്തി നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലതവണയും ആ കാർമിക് പാർട്ട്ണർ നൽകുന്ന അതേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരേണ്ട വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ പ്രണയം ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ പ്രണയം നിങ്ങൾക്കാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. യു ആർ മൈ സ്ട്രെങ്ത്. ഓക്കെ, അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരുടെ ലൈഫിലെ സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് തോന്നുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. ഒരിക്കലും നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഓക്കെ, എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ ചെയ്ത തെറ്റ് എന്താണ് എന്നൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സ്പെൻഡ് സം ടൈം ടുഗദർ. ഓക്കെ, നമുക്ക് കുറച്ച് സമയം ഒന്നിച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ പോലെ, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, അത് ആ ഒരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. കുറച്ച് ടൈം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ, നിങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഇത് നമുക്ക് റീഡിങ്ങിൽ വന്ന അതേ മെസ്സേജ് ആണ്. പാസ്റ്റിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് മറക്കാം, എന്നിട്ട് ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, അവരിലെ തെറ്റുകൾ അവർ സ്വയം കണ്ടെത്താനും അത് ഇംപ്രൂവൈസ് ചെയ്യാനും ഇത് ഇംപ്രൂവ് ചെയ്യാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. ഓക്കെ, അവര് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം, എങ്കിൽ പോലും ഒരു ഫ്രണ്ടിനേക്കാൾ ഉപരി അവർക്ക് നിങ്ങൾ എല്ലാമാണ് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്നും അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,